ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. നമ്മുടെ ആസാമിൽ നടന്ന ഒരു സ്റ്റോറിയാണ്. ഇപ്പോഴും ഇതൊരു ക്രൈമാണ്. ഇതിൻ്റെ അന്വേഷണം ഈ സമയത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നുവരെയും ഈ കൊലപാതകയെ കണ്ടുവരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ആ സ്റ്റോറിയിലേക്ക് പോകാം. ആസാമിൽ താമസിക്കുന്ന ദുരൈസ്വാമി 52 വയസ്സുള്ള ദുരൈസ്വാമിയുടെയും മകളുടെയും ജീവിത കഥയാണ്. മകളുടെ പേര് ഹരിതയാണ്. മകൾക്ക് 24 വയസ്സുണ്ട്. അങ്ങനെ ഇവരുടെ കുടുംബത്തിൽ ഹരിതയുടെ അമ്മ 1.5 വർഷം മുമ്പ് മരിച്ചു പോവുകയും ചെയ്തു. അതിനെ തുടർന്ന് പിന്നെ അമ്മ മരിച്ചതിനെ തുടർന്ന് പിന്നെ അച്ഛനും മകളും മാത്രമാണ് ഈ വീട്ടിൽ താമസം. അച്ഛൻ സ്കൂൾ അധ്യാപകനാണ്. മകൾ ബിടെക് കഴിഞ്ഞ് അങ്ങനെ വെറുതെ വീട്ടിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് എല്ലാ ദിവസവും രാവിലെ അച്ഛൻ അടുത്തുള്ള സ്കൂളിൽ ജോലിക്ക് പോയ സെക്ഷൻ വൈകിട്ടാണ് വരുന്നത്. ഈ മകൾ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെയും ഫോണെല്ലാം യൂസ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. വൈകിട്ട് അച്ഛൻ വന്നു കഴിഞ്ഞാൽ 4 മണി ആകുമ്പോൾ അച്ഛൻ തിരിച്ചെത്തും. ആ സമയത്തിന് അച്ഛനും മകളും കൂടെ പുറത്തു പോയി ഫുഡെല്ലാം കഴിച്ച് ഏകദേശം 8 മണിക്കാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ദുരൈസ്വാമിയെക്കുറിച്ച് അയൽക്കാർക്കും കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർക്കും നല്ല വാക്കുകൾ മാത്രമേ പറയാനുള്ളൂ. നല്ലൊരു വ്യക്തിയാണ്, അയാളുടെ സ്വഭാവവും നല്ലതാണ് എന്നാണ് പറയാനുള്ളത്. അങ്ങനെയിരിക്കെ ദുരൈസ്വാമി രാവിലെ ഒരു ദിവസം ജോലിക്ക് പോയപ്പോൾ ഈ മകൾ ഫോണിലൂടെ നിരവധി ആളുകളുമായി ചാറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇവൾക്ക് കാമുകന്മാരുണ്ട്. അതിലൊരു കാമുകൻ അച്ഛൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ കാമുകനെ വീട്ടിലേക്ക് വിളിക്കുകയും കുറച്ചു നേരം അവരുമായിട്ട് സംസാരിച്ചെല്ലാം ഇരിക്കുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് അച്ഛൻ വരുന്നതിന് മുൻപായിട്ട് ഈ കാമുകൻ തിരിച്ചു പോകും. അങ്ങനെ ഇരിക്കെ കുറേ നാളുകൾ ഇങ്ങനെ കടന്ന് പോവുകയായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം ദുരൈസ്വാമി ജോലി കഴിഞ്ഞ് വരുമ്പോൾ അയൽവക്കത്തുള്ളവർ പറയുകയാണ് ദുരൈസ്വാമിയോട്, നിങ്ങളുടെ മകൾ ദിവസവും ഒരാളെ വിളിക്കാറുണ്ട്. ആ പുരുഷൻ രാവിലെ തൊട്ട് ഉച്ചവരെ ഇരിക്കാറുണ്ട്. വേറൊരാളും ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് വരെ മോളുമായിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ലൈഫ് ഷെയർ ചെയ്ത് പോവുകയാണ്. ഇത് കേട്ട ദുരൈസ്വാമി നേരെ വീട്ടിലേക്ക് വരികയും മകളോട് ചോദിച്ചു, മകളെ ഇങ്ങനെ എന്തെങ്കിലും വിഷയമുണ്ടോയെന്ന്. മകൾ അയ്യോ അങ്ങനെയൊന്നുമില്ല എന്ന് കള്ളം പറയുകയും ചെയ്തു. പാവം അച്ഛനത് വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി മകൾ താമസിക്കുന്നത് 2nd ഫ്ലോറിലും അച്ഛൻ താമസിക്കുന്നത് 1st ഫ്ലോറിലുമാണ്. അപ്പം 2nd ഫ്ലോറിൽ നിന്ന് വളരെയേറെ ശബ്ദങ്ങളെല്ലാം പുറപ്പെട്ടു. അപ്പോഴേക്കും ഈ അച്ഛൻ മുകളിൽ പോയിട്ട് മകളുടെ റൂമിൻ്റെ മുൻപിൽ നിന്ന് ഒന്ന് ശ്രദ്ധിച്ചു, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. ആ സമയത്താണ് അകത്തു നിന്ന് നല്ല ശബ്ദങ്ങൾ, ഒരു പുരുഷന്റെ ശബ്ദം എല്ലാം കേൾക്കുന്നുണ്ട്. തുടർന്ന് അച്ഛൻ ആ വാതിൽ കൊട്ടുകയും ഉടനെ തന്നെ മകള് കുറച്ച് കഴിഞ്ഞ് വന്ന് വാതിൽ തുറക്കുകയും ചെയ്തു. തുടർന്ന് അച്ഛൻ ചോദിച്ചു, എന്താ മോളെ വീട്ടിനകത്തൊരു ശബ്ദം എന്ന്. അപ്പം മകൾ പറഞ്ഞു, അയ്യേ ഒന്നുമില്ല അച്ഛാ, ഞാൻ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു എന്നെല്ലാം പറഞ്ഞു. അതിനെ തുടർന്ന് അച്ഛന് സംശയം മാറില്ല. അച്ഛൻ്റെ ചെവി കൊണ്ട് കേട്ട ശബ്ദമല്ലേ, അച്ഛനെ നാട്ടുകാർ പറഞ്ഞതും മനസ്സിനകത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് അച്ഛൻ ആ വീട് മുഴുവനും അരിച്ചു പറക്കി. അങ്ങനെ എല്ലാ സ്ഥലത്തും നോക്കിപ്പോയപ്പോൾ ബാത്റൂമിൽ മകളുടെ കാമുകനെ ഇരിക്കുന്നുണ്ട്. അവിടെ വെച്ച് അച്ഛൻ എന്ത് ചെയ്യാം, അയാളെ നിറയെ അടിക്കുകയെല്ലാം ചെയ്തിട്ട് നേരെ പോലീസിൽ പിടിച്ചേൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ അത് കേസാവുകയും അപ്പോൾ തന്നെ മകൾ രാത്രിയായപ്പം അച്ഛനോട് വന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എന്നോട് ക്ഷമിക്കണം, ഇത് എൻ്റെ കാമുകനാണ്, ഈ ബന്ധത്തെ ഞാൻ ഇതോടെ അവസാനിപ്പിക്കുകയും അച്ഛൻ പറയുന്നത് പോലെ കേട്ട് മുന്നോട്ട് ജീവിക്കാമെന്ന് തീരുമാനം പറയുകയും ചെയ്തു. തുടർന്ന് അച്ഛനത് വിശ്വസിക്കുകയും അടുത്ത ദിവസം മകളും അച്ഛനും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെയൊരു കേസില്ല എന്ന് പറഞ്ഞ് അതിനെ കേസ് പിൻവാങ്ങുകയും ചെയ്ത് അവിടെ നിന്ന് തിരിച്ചു വന്നു. അങ്ങനെ അടുത്ത ദിവസം അച്ഛൻ ജോലിക്ക് പോവുകയും മകൾ അടുത്ത ദിവസം വീണ്ടും അതുപോലെ തന്നെ ഫോണിലൂടെ ചാറ്റിങ്ങും അവളുടെ കാമുകന്മാരെ വീട്ടിലേക്ക് ക്ഷണിക്കുക, അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അച്ഛൻ വരുന്നതിന് മുന്നാടിയായിട്ട് അവർ പോവുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ കുറച്ച് നാളുകൾ കൂടി കടന്നു പോയ സമയത്താണ് വീണ്ടും അയൽവക്കക്കാർ ഒരു ദിവസം ദുരൈസ്വാമിയോട് പറഞ്ഞു, നിങ്ങളുടെ മകൾ വീണ്ടും ഒരാളെ വീട്ടിലേക്ക് കയറ്റുന്നുണ്ട്, അത് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ അച്ഛൻ അവരോട് പറഞ്ഞു, അങ്ങനെ ഒരു ബന്ധം എൻ്റെ മകൾക്കുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ അവളുമായിട്ട് സംസാരിച്ചെല്ലാം ചെയ്തു എന്ന്. അപ്പം ഈ അയൽക്കാരൻ പറഞ്ഞു, അയ്യോ നിങ്ങളത് വിശ്വസിക്കരുത്, നിങ്ങളുടെ മകൾ ഇപ്പോഴും അങ്ങനെയാണ്, സംസാരിക്കുകയും പ്രശ്നങ്ങൾ ആണെന്ന് പറഞ്ഞു. ശരി, അച്ഛൻ മിണ്ടാതെ പതുക്കെ വീട്ടിൽ പോവുകയും മകളെ വിളിച്ച് വീണ്ടും സംസാരിക്കുകയും ചെയ്തു. അച്ഛന് വളരെയേറെ വിശ്വാസമായിരുന്നു മകളെ. പക്ഷേ
ഈ അയൽവക്കക്കാർ പറയുന്നത് കേട്ടപ്പോൾ അച്ഛന് പൂർണ്ണമായിട്ടും മകളോടുള്ള വിശ്വാസം പൂർണ്ണമായിട്ടും അങ്ങ് പോയി. അതിനുശേഷം മകളെ വിളിച്ച് സംസാരിച്ച് മകളോട്, മകളെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, സത്യമാണ്. അയ്യോ അച്ഛ, അതെല്ലാം കള്ളമാണ്, അങ്ങനെ ഒരു ബന്ധമേ ഇല്ലെന്ന് ഈ മകൾ അച്ഛനോട് പറയുകയും ചെയ്തു. തുടർന്ന് അച്ഛൻ മകളോട് ആവശ്യപ്പെട്ടു, മകളെ നിന്റെ ഫോൺ എനിക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചു. ആ ഹരിത ഉടനെ തന്നെ ഓടിപ്പോയി ഫോൺ എടുത്തോളുന്നു. ലോക്ക് മാറ്റാൻ പറഞ്ഞത് കേട്ട് ലോക്ക് മാറ്റി അവൾ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അച്ഛൻ അതിലേക്ക് നോക്കിയപ്പോൾ മകൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മകൾ പലരുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് കണ്ട്. തുടർന്ന് അച്ഛനൊരു തീരുമാനമെടുത്തു. ശരി, ഇവളെ ഇനി വിവാഹം കഴിച്ചു കൊടുക്കാം, അതാവും ഏറ്റവും നല്ലത്. എൻ്റെ മകൾ എന്തായാലും പൂർണ്ണമായ ജീവിതത്തിൽ നശിച്ചു പോയി, ഇനി അവൾക്കൊരു കുടുംബ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന് എല്ലാ അച്ഛന്മാരും ആഗ്രഹിക്കുന്ന പോലെ ആ അച്ഛനും ആഗ്രഹിച്ചു. തുടർന്ന് മകൾക്ക് ഫോൺ കൊടുക്കുകയും അച്ഛൻ എന്ത് ചെയ്യുക, അവിടെയുള്ള ബ്രോക്കർമാരുടെ എല്ലാ മകളുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ നിറയെ ആൾക്കാർ എല്ലാ ദിവസവും ഫോട്ടോകൾ കൊണ്ടുവരും. ഈ പയ്യനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. പക്ഷേ ഈ മകൾ പറയും, അയ്യോ എനിക്ക് വിവാഹമേ ഇനി വേണ്ട എന്ന് പറയും. അച്ഛ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചോളാം, ഞാൻ വേറൊരു കുടുംബത്തിൽ പോയാൽ എൻ്റെ അച്ഛൻ ഒറ്റയ്ക്കായി പോകില്ല എന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ മകൾ പറഞ്ഞു. പക്ഷേ എങ്കിലും അച്ഛൻ പറഞ്ഞു, മകളെ എൻ്റെ കാലശേഷം നിനക്കൊരു കുടുംബജീവിതം ആവശ്യമാണ്, അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് നിറയെ ഫോട്ടോകൾ കാണിച്ചു കൊടുത്തു. തുടർന്ന് ഈ മകൾക്ക് അച്ഛനും ആ സമാധാനമുള്ള വീട്ടിൽ മകളുടെ വിവാഹാലോചന തുടങ്ങിയതോടെ പരസ്പരം എന്നും വഴക്കും ബഹളവും തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ തുടങ്ങി ശബ്ദങ്ങൾ പുറത്തോട്ട് കേൾക്കുന്ന വിധത്തിൽ അച്ഛനും മകളും സംസാരിക്കാനൊക്കെ തുടങ്ങി. ആ വീട്ടിനകത്തുള്ള ആകെ സമാധാനം പോവുകയും ചെയ്തു. തുടർന്ന് ഒരു ദിവസം മകൾ ഉറങ്ങിക്കിടന്നപ്പോൾ അർദ്ധരാത്രി ഒരു 12-1 മണിയോടെ മകളുടെ ശരീരത്ത് ഒരാൾ സ്പർശിക്കുന്ന പോലെ മകൾക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അവൾ തിരിഞ്ഞിങ്ങനെ കിടന്നിട്ട് ആരോ തൻ്റെ മുഖത്തേക്ക് അടുത്തേക്ക് വരുന്നത് പോലെയും അവൾക്ക് അവളുടെ ശരീരത്തിൻ്റെ പല സ്വകാര്യ ഭാഗങ്ങൾ ആ വ്യക്തി തൊടുന്നതായിട്ടും അവൾക്ക് തോന്നി. അപ്പോൾ അവൾ എന്ത് ചെയ്യാം, വേഗത്തിൽ തന്നെ ലൈറ്റിട്ട് നോക്കിയപ്പോൾ തൻ്റെ അച്ഛൻ, അവൾ ഒന്നാതെ അച്ഛനോടുള്ള ദേഷ്യവും കോപവും ഒന്നും അടങ്ങാതെ ഇരിക്കുകയായിരുന്നു. അവൾ തൻ്റെ അടുത്ത് ഒരു ഇരുമ്പ് കമ്പിയായിരുന്നു, അതെടുത്ത് അച്ഛനെ തലക്കടിക്ക് അച്ഛനെ അടിച്ചു കൊല്ലുകയും ചെയ്തു. തുടർന്ന് അവൾ അച്ഛനെ എടുത്ത് ദേഷ്യം മുഴുവനും അച്ഛനെ അടിച്ച് അച്ഛൻ ചോരയിൽ കുളിച്ച അച്ഛനെ മുകളിലത്തെ മകളുടെ മുറിയിൽ നിന്നും അവൾ എടുത്ത് കൊണ്ടുവന്ന് നേരെ അച്ഛൻ്റെ മുറിയിൽ കൊണ്ട് കിടത്തുകയും ചെയ്തു. കിടത്തിയ ശേഷം അവൾ ആ ബ്ലഡുകളെല്ലാം തുടച്ചു മാറ്റി ഇരുമ്പ് കമ്പികളെയെല്ലാം മാറ്റിയ ശേഷം തൻ്റെ വീട്ടിൻ്റെ വാതിൽ തുറന്നിടുകയും ചെയ്തു. അപ്പോഴേക്കും അയൽവക്കത്തു നിന്നുള്ള ആൾക്കാർ ഈ വീട്ടിൽ വളരെയേറെ വലിയ ശബ്ദങ്ങൾ കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ലൈറ്റ് ഇടുകയും ഇറങ്ങി നോക്കിയപ്പോൾ ഒരാൾ ദുരസമിയുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നതായിട്ടാണ് കണ്ടത്. അപ്പോഴേക്കും എല്ലാവരും ആ വീട്ടിലേക്ക് ഓടി വന്നപ്പോൾ ഒരു ഇരുമ്പ് കമ്പിയും പിടിച്ചുകൊണ്ടിരിക്കുന്ന മകളെയാണ് എല്ലാവരും കണ്ടത്. തൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുന്നതായിട്ടും കണ്ട്. ഇത് കണ്ട ജനങ്ങൾ ഉടനെ തന്നെ അവർ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് ആ വീട്ടിൽ വരികയും അന്വേഷിക്കുകയും ചെയ്തു. ദുരസമിയെക്കുറിച്ച് അയൽവക്കത്തുള്ളവരോടും നാട്ടുകാരോടും ജോലി ചെയ്യുന്ന എല്ലാ സ്ഥലത്തും പോലീസ് അന്വേഷിച്ചപ്പോൾ ഇതുപോലെ ഒരു നല്ല വ്യക്തി ഇല്ല എന്ന നല്ല അഭിപ്രായമാണ് കേൾക്കാൻ കഴിഞ്ഞത്. പക്ഷെ മകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറഞ്ഞു. അപ്പോഴേക്കും പോലീസ് നേരെ വന്ന ശേഷം വനിതാ പോലീസ് ഹരിതയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഹരിതയോട് ചോദിച്ച, അച്ഛൻ എങ്ങനെയാണ് മരിച്ചത്, നീ എന്തെങ്കിലും ചെയ്തതാണോ അതോ നിന്റെ കാമുകന്മാർ ചെയ്തതാണോ? അപ്പോൾ ഈ മകൾ ഒരു കാരണവശാലും പോലീസിന് പിടികൊടുക്കാത്ത രീതിയിൽ തന്നെ പോലീസിനോട് പറഞ്ഞു, എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ അച്ഛൻ താഴത്തെ നിലയിലുള്ള ശബ്ദം കേട്ടപ്പോൾ ഞാൻ രാത്രി ഓടി വരികയായിരുന്നു, വന്ന സമയത്ത് അച്ഛനിങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണാൻ അച്ഛൻ്റെ അടുത്ത് ഒരു ഇരുമ്പ് കമ്പി ഉണ്ടായിരുന്നു, ആ കമ്പി എടുത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ ആയിപ്പോയി, പിന്നെ നാട്ടുകാരെല്ലാം വന്ന് ഇത് അവൾ എന്ത് ചെയ്യാം വളരെ വിശദീകരിച്ച് പറയുകയും ചെയ്തു. പക്ഷേ പോലീസിന് എങ്കിലും ഇവളോടുള്ള സംശയം മാറിയില്ല. അങ്ങനെ ഇരിക്കെ പോലീസ് തന്നെ ഹരിതയുടെ ഫോണിൽ സ്ഥിരമായിട്ട് ഹരിതയെ വിളിക്കാറുള്ള 2 കാമുകന്മാരുടെ നമ്പർ പോലീസ് ഉടനെ തന്നെ അതിനെ ട്രേസ് ചെയ്തു. അപ്പോഴേക്കും ഈ സംഭവം അച്ഛൻ മരിച്ച ദിവസം ഇവർ എവിടെയായിരുന്നു എന്ന് അറിയുവാൻ വേണ്ടി പോലീസ് നോക്കിയപ്പോൾ ഒരു കാമുകൻ അവിടെയല്ല വേറൊരു സ്ഥലത്തായിരുന്നു. പക്ഷെ മറ്റൊരു കാമുകൻ്റെ ഫോണ് പൂർണ്ണമായിട്ടും സ്വിച്ച് ഓഫ് ആയിരുന്നു. ഉടനെ തന്നെ പോലീസ് ആ കാമുകൻ്റെ വീട്ടിൽ പോവുകയും അവിടെ അന്വേഷിച്ചപ്പോൾ തൻ്റെ മകൻ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി, അതായത് മരണം നടന്ന അന്ന് മുതൽ തന്നെ തൻ്റെ മകനെ കാണാനില്ല, മകൻ എവിടെയാണെന്ന് അറിയില്ല, ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയാണ്, പോലീസിൽ കേസ് കൊടുക്കണം എന്ന് ആ കാമുകൻ്റെ അച്ഛനും അമ്മയും മൊഴി കൊടുക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് വീണ്ടും വന്ന് ഹരിതയോട് ചോദിച്ചു, ഹരിത, നീ അച്ഛനെ എന്തെങ്കിലും ചെയ്തോ, നിന്റെ അച്ഛനെ ആര് കൊന്നു, നീ കണ്ടിട്ടോണോ എന്നെല്ലാം ചോദിച്ചു. പക്ഷെ ഹരിത ഈ നിമിഷം വരേക്കും താൻ എന്തു ചെയ്തെന്നോ തൻ്റെ അച്ഛൻ എങ്ങനെ മരിച്ചു എന്നോ അവൾ പറയുന്നില്ല.
ഇന്നും ആസാമിൽ ഈ കേസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് ആരായിരിക്കും ഇവളുടെ അച്ഛനെ കൊന്നത്? ഇവളായിരിക്കുമോ ഇവളുടെ കാമുകനായിരിക്കുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് ഉള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം ശരി കൂട്ടുകാരെ, ഇതൊരു റിയലായിട്ട് നടന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോഴേക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. വീണ്ടും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.